മിണ്ടല്ലേ ആചാര്യന്റെ പുറത്ത് ആരുടെങ്കിലും എന്താ അറിഞ്ഞില്ല എന്നോട് ചെയ്തത്. അയ്യോ മിണ്ടല്ലേ പണി മിണ്ടല്ലേ. ഞാൻ മിണ്ടും എല്ലാരോടും ഞാൻ പറയും. എന്നിട്ട് ഞാൻ അവളേക്ക് പോവും. ഞാൻ ആരോടൊന്നും പറയില്ല. ചാക്കി കെട്ടിപ്പോയ തത്തികള. ഓ ഞാൻ എന്ത് പറയും എന്റെ മോനോടും നാട്ടുകാരോടും? ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞാ മതി. ഇനി ഇല്ലെങ്കിൽ പറയാഞ്ഞും നിന്റെ മോനും ഉണ്ടാവില്ല ബാക്കി. ഹാജിക്ക് വേണ്ടി വേലായുധനെ വിളക്കുന്നു. ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളാൻ പറഞ്ഞു ഹാജി. ചാക്കിലെന്താ ബോണ്ടക്കൊപ്പയാ? അതോളി വടകരക്കുള്ള. എന്താ ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെ? ടോർച്ചുണ്ടാ. ജീവനുണ്ട്. അപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മാണിക്യത്തിന്റെ ശരീരം, ഖാലിദ് നിങ്ങൾ കടിച്ചു കീറിയ ദേഹം, നിങ്ങളുടെ എച്ചിൽ വേലായുധനും കുഞ്ഞിക്കണ്ണനും പങ്കിട്ടു. എന്നിട്ട് ചീരുവിന്റെ വീടിന്റെ മുന്നിലുള്ള കശുമാവിൽ കെട്ടിത്തൂക്കി ആ മൃതദേഹം. പിന്നെയും അവർ പ്ലാൻ മാറ്റി. അപസ്മാരബാധയുടെ കഥയുണ്ടാക്കാൻ ചീരുവിനെ ഏൽപ്പിച്ച് തൊടിയിലെ മണ്ണിലേക്ക് എറിഞ്ഞു അവളെ. സൽപുത്രനെ രക്ഷിക്കാൻ ഹാജി ആവുന്നതെല്ലാം ചെയ്തു. രക്ഷിച്ചു മകനെ. മകൻ നേരെ അലിഗഡിലേക്ക്. ഫരീദ് ബിൻ അൽ അത്തറിന്റെ കാവ്യങ്ങൾ നുണഞ്ഞ് ഖാലിദിലെ കാവ്യമനസ് ഉണർന്നു. ഖാലിദ് ഇന്ന് മഹാപണ്ഡിതൻ, ആതിഥേയപ്രിയൻ, ഗസലും മദ്യവും ഒഴുക്കി അതിഥികളെ തണുപ്പിക്കുന്നവൻ. മുരിക്കുങ്ങുന്നത്ത് അഹമ്മദ് ഹാജിയോ ഒരു നീചജന്മം പോലെ ചുവരിലെ ചില്ലുകൂട്ടിൽ. നിഗമനങ്ങളാണ് ഖാലിദ് സാഹിബ്, നിഗമനങ്ങൾ. ഒരു നാടൻ നായുടെ ഘ്രാണശക്തി മാത്രമുള്ള ഒരു പാവം കുറ്റാന്വേഷകന്റെ നിഗമനങ്ങൾ. ഹരിദാസ്. യെസ് ബിഗ് ബ്രദർ. ഫിക്സ് മീ ഡ്രിങ്ക്. താങ്ക്സ്.
ഗോ ആൻഡ് ഹാവ് യുവർ ഡിന്നർ ഡൗൺ സ്റ്റേഴ്സ്. ഒന്നും പറയാനില്ലേ ഖാലിദ് ഭായ് നിങ്ങൾക്ക്? ഡു വാട്ട് ഐ സെഡ്. ബൈ. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ഉസ്താദെ പാട്ട് അസലായിട്ടോ. പെട്ടെന്ന് ഭക്ഷണം തണുത്തുകൊണ്ടാ. എനിക്ക് ഇപ്പഴാ ഒരെണ്ണം അടിക്കാൻ സമയം കിട്ടി. കഴിക്കാനിരുന്നാലോ? അല്ലെങ്കിൽ ആദ്യം ഒരു ഡ്രിങ്ക് എടുക്കാം. ഇല്ല ബാലനേരെ, ഒരുപാടായി. എനിക്കൊന്ന് കുളിക്കണം, എന്നിട്ടൊന്ന് ഉറങ്ങണം. ഓ, എന്താ അത്? ഒക്കെ പൊട്ടിയതാണല്ലോ. ഖാലിദ് അഹമ്മദ്, ആരെയും ശിക്ഷിക്കാനായിരുന്നില്ല ഈ അന്വേഷണം. 52 വർഷമായി ഇരുട്ടിൽ കഴിയുന്ന നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ വെളിച്ചം തുറന്നുവിട്ടു. അത്രയേ ഞാൻ കരുതിയിരുന്നു. എനിക്കെല്ലാം അറിയാമെന്ന് നിങ്ങളോട് പറയുക, അത്രമാത്രം. പക്ഷേ നിങ്ങൾ സ്വയം ശിക്ഷ വിധിച്ച് നടപ്പാക്കി കഴിഞ്ഞു. അനിവാര്യമായ വിധിയിലേക്ക് കാലമെത്ര കഴിഞ്ഞാലും നടന്നു പോവുക തന്നെ വേണം ഏതു കുറ്റവാളിയും എന്നത് നിയതിയുടെ നിശ്ചയമാണ്. അറിയില്ല, മഹാമൗനത്തിന്റെ ശൂന്യതയിൽ തനിച്ചായിരിക്കുന്നു ഞാൻ. എനിക്ക് നാഴികകൾ പോകാനുണ്ട്. പക്ഷേ ഉറക്കമെന്റെ കണ്ണുകളുടെ തിരശീല താഴ്ത്തുന്നു. ഐ ഹാവ് മൈൽസ് ടു ഗോ ahead, but sleep is slipping down the curtains on my eyes. കല്ലൂരെ കാട്ടിലെ മാനിനൊപ്പം ഓടിക്കളിച്ചു വളർന്ന പെണ്ണ്. മഴവില്ല് കണ്ണാടി നോക്കുന്നെറ്റ് ചന്ദനക്കുറിയും കൂറുനീരയും കവടിമാ